അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് അത് റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ഉയർന്ന റാങ്കിലേക്ക് വരുന്നത്, അതിനെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ചെയ്യാം. പിന്നെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സിലബസും എല്ലാ PDF-കളും നമ്മൾ ഇടുന്ന PDF-കളൊക്കെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് ലിങ്ക് നോക്കിയിട്ട് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മാത്രമല്ല ഇപ്പൊ വന്ന എല്ലാ സിലബസുകളും നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം സിലബസ് എല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏതാണോ അതിന്റെ സിലബസുകളൊക്കെ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പഠിക്കാനായിട്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് നമുക്കിനി 29-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ ടൈം ഉണ്ട് കേട്ടോ. ഇനിയും അപ്ലൈ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോ സെക്രട്ടറി ടെസ്റ്റിന്റെയും 29, ബാക്കി 1-2 എക്സാംസ് കൂടി ഉണ്ട് 29-ാം തീയതി. ബാക്കിയെല്ലാം അപ്ലൈ ഉള്ള സമയം കഴിഞ്ഞു. അപ്പം ഇനിയും ഇതുവരെയും എക്സാം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ച് കുറച്ച് ചെറിയൊരു ഇത് ഞാൻ തരാം, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പൊ ഇതിന്റെ കാറ്റഗറി കോഡ് 527/2024 ആണ്. സ്കെയിൽ ഓഫ് പേ 23,000 തൊട്ട് 50,000 വരെയാണ്. അതെങ്ങനെയാണ് അതിന്റെ ജോലി, അത് എവിടെയാണ് ജോലി, അതിന്റെ ജോലിയുടെ സ്വഭാവം എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അറിയാൻ പറ്റുന്ന ഒരു നല്ല ജോലിയാണ് ASM അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. അതിന്റെ SSLC ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 ആണ് കേട്ടോ. ഈ വരുന്ന 29 ആണ്. പ്രത്യേകത എന്ന് പറയുന്നതിൽ പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. LDC പോലെ ആക്കി. അപ്പം നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. സിലബസും എങ്ങനെ തന്നെയാണ്, കറക്റ്റ് LDC പോലെ തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ സപ്ലൈകോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സാംസ്, അതായത് ടോപ്പിക്സ്, ഭക്ഷ്യം, സുരക്ഷ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 20 മാർക്കിന് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ആ 20 മാർക്ക് 10 മാർക്ക് എടുത്ത് കറണ്ട് അഫയേഴ്സിലും കൊടുത്തു. ബാക്കിയുള്ളത് ഇപ്പം 4 മാർക്ക് ആയിരുന്നുള്ള ചരിത്രത്തിന് 4 ആണെങ്കിൽ അത് 5 ആക്കി, വെയിറ്റേജുകൾ കൂട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇതെങ്ങനെ പഠിക്കാം, ഇതെങ്ങനെ ഈ ജോലിയിലേക്ക് കയറാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ജോലിയുടെ സ്വഭാവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പഠിച്ചു തുടങ്ങാം. സെയിം LDC സിലബസ് തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ 4 മാർക്ക് എന്നുള്ളത് നേരത്തെ 4 ആയിരുന്നത് 5 ആക്കി. സിലബസ് പഴയ അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ മാറ്റിയത് എങ്ങനെയാണെന്ന് നമ്മുടെ പുതിയ LDC പോലെ തന്നെയാണ്. അപ്പൊ അത് ചരിത്രം, ഭൂമിശാസ്ത്രം, ഇക്കണോമിക്സ്, ഭരണഘടന, കേരളം, ഭരണ സംവിധാനങ്ങളുണ്ട്, സയൻസ്, അതായത് ബയോളജി 6 ആണ്, 6 മാർക്കിനാണ്. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെയാണ്. കമ്പ്യൂട്ടർ ഉണ്ട്, സുപ്രധാന നിയമങ്ങൾ നമ്മുടെ LDCയിൽ ചോദിച്ച സെയിം. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്. സോ ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം LDCക്ക് 20 ചോദിച്ചു എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം സെപ്പറേറ്റ് ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ പ്ലസ് കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണ് നമ്മുടെ LDCയിലൊക്കെ കൊടുക്കുന്നത്. അപ്പം ഏത് ടോപ്പിക്കിലും അപ്പം നടക്കുന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് ചോദിക്കാം. ഒക്കെയാണ്. അപ്പം കറണ്ട് അഫയേഴ്സിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 10-10-10 ഒക്കെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LDC സിലബസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ സിലബസ് കയ്യിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, സിലബസ് ഒരു പ്രിന്റ് എടുത്ത് വയ്ക്കുക. ജസ്റ്റ് PDF ആയിട്ട് ഫോണിലും ലാപ്പിലും ഒക്കെ ഇട്ടിട്ട് നോക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കൃത്യമായിട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയും നിങ്ങൾ അത് എത്രമാത്രം പഠിച്ചു തീർന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ സിലബസ് ആദ്യം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. കൃത്യമായിട്ട് സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. നിങ്ങൾ ഏത് എക്സാം, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമല്ല, ഇനി ഏത് എക്സാം, സെക്കൻഡറി ടെസ്റ്റ് ആയിട്ട് ഡിഗ്രി പ്രിലിംസ് ആയാലും 12th ആയാലും 10th ആയാലും LGS ഏത് എക്സാം എഴുതുന്നെങ്കിലും എന്ത് ചെയ്യുക, അതിന്റെ സിലബസ് കൃത്യമായിട്ട് കയ്യിലുണ്ടാവും. സിലബസ് എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ എവിടെ എത്തി, എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് പഠിച്ച് തന്നെ പോവുക. അപ്പോ ഈ LDC എഴുതിയിട്ട്, അതായത് ലിസ്റ്റിൽ വരാത്തവര് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും LDC. അപ്പൊ അവർക്കൊരു ഒരു നല്ലൊരു ചാൻസ് ആണ് ASM എന്ന് പറഞ്ഞാൽ. സെയിം ആണ്. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതാണ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്തവർക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ LDCക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്തൊരു അവസരമാണ് നമുക്ക് ASM എഴുതാം. അല്ല പുതിയതായിട്ടാണ് PSC പഠിക്കുന്നതെങ്കിലും പ്രശ്നമല്ല, നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പൊ അതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചു പേര് എന്ത് ചെയ്യാം, ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് തന്നെ പോകുന്നവരായിരിക്കാം.
അപ്പം PSC കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർ കംപ്ലീറ്റ്ലി ഇതിലായിട്ട് ഇറങ്ങി നിൽക്കുവാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് അവർ അത് തന്നെ പഠിക്കും. പക്ഷെ ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണ് ഒരു ചെറിയ പ്രശ്നം, സമയത്തിന്റെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതായത് ഫുൾ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ PSC ആണ് എന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു 10-15 മണിക്കൂറൊക്കെ പഠിക്കാൻ കുഴപ്പമില്ല. അല്ലാതെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരും വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, ഒരു മിനിമം എന്ത് ചെയ്യുക, ഒരു 5 to 6 അവർ പഠിക്കുക കേട്ടോ. 5 to 6 അവർ പഠിക്കുന്നത് കൃത്യമായി തന്നെ പഠിക്കുക കേട്ടോ. 1 മണിക്കൂറിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് പഠിച്ചിട്ട് ബാക്കി അത് 1 മണിക്കൂറായെന്ന് കാൽക്കുലേറ്റ് അങ്ങനെ ചെയ്ത് സ്വന്തമായിട്ട് ചതിക്കരുത്. പഠിക്കുന്നത് എത്രയാ കറക്റ്റ് സമയത്തിൽ പഠിക്കും. 5-6 മണിക്കൂർ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്താണ് എക്സാം വരുന്നത്. സോ അപ്പൊ തന്നെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് വറി. അപ്പൊ എന്ത് ചെയ്യുക, 5 to 6 അവർ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക കേട്ടോ. സ്വന്തമായിട്ട് പറ്റിക്കാണ്ട് കൃത്യമായി ഒരു 6 ദിവസം പഠിക്കണം. 7ാമത്തെ ദിവസം റെസ്റ്റ് അല്ല, 7ാമത്തെ ദിവസം നമ്മൾ ആ പഠിച്ചതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ 6 ദിവസം പഠിച്ചു, പിന്നെ ഞായറാഴ്ചയാണ് എന്തെങ്കിലും കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാല് അന്ന് നിങ്ങൾ അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ കഴിഞ്ഞ 6 ദിവസവും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചത് അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. റിവൈസ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് റാങ്കിൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല. ഏറ്റവും താഴെയൊക്കെ റാങ്ക് ലിസ്റ്റ് എന്നിട്ട് ഞാൻ ഇത്രയും റാങ്ക് ലിസ്റ്റിലുണ്ട് പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മള് കൃത്യമായിട്ട് എന്താണ്, നമുക്കൊരു PSC എഴുതിയിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റാങ്കിൽ എന്ത് ചെയ്യുക, മേലേക്ക് വരിക. മികച്ച റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ജോലി കിട്ടും. നമുക്ക് ആ റാങ്കിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പുണ്ടാവും, എന്താ നമുക്കിത് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വരുത്തണം. സോ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് റിവൈസ് ചെയ്യുക. റിവിഷൻ ഇല്ലാണ്ട് പോയിട്ട് എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. 6 ദിവസം പഠിച്ചത് വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് 6 ദിവസം പഠിക്കുക. 7ാമത്തെ ദിവസം പഠിച്ചതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് റിവൈസ് ചെയ്താൽ മാത്രം. അടുത്ത് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 20 മാർക്സിനാണ് നമുക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്രത്തോളം കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഒരു ദിവസം പോലും കറണ്ട് അഫയേഴ്സ് മിസ്സാക്കാതെ പഠിക്കാം. അപ്പൊ നമുക്ക് 2025 ഓഗസ്റ്റ് ഒക്ടോബറിലാണ് വരുന്നതെങ്കിൽ ജനുവരി ഇപ്പൊ 2025 ഉള്ളത് ഡെയിലി നിങ്ങൾ പഠിച്ചു. പിന്നെ 2024 കൂടെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചൊക്കെ അറിയായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇയർലി ഒരു PDF ഇറക്കുന്നുണ്ട്, അത് കൃത്യമായി പഠിച്ചാലും മതിയാവും കേട്ടോ. അപ്പോ 20 മാർക്സിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഡെയിലി ഒരു POQ ചെയ്യുക. ഡെയിലി ഒരു POQ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ആഴ്ചയിൽ ഒരു 4 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരു 4 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് POQ ചെയ്ത് തന്നെ പോവുക. പിന്നെ ഒരു SCERT ചാപ്റ്റർ, ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു 6 ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് 6 ചാപ്റ്റർ പഠിച്ചാൽ മതി കേട്ടോ. SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക. പിന്നെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആ ഏരിയ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത് തന്നെ വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ജിയോഗ്രഫി എളുപ്പമാണ്, ഹിസ്റ്ററി പാടാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എളുപ്പമുള്ളത് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് പാടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അത് ഒരു അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമുള്ള ഏതാണ് വീക്കായിട്ടുള്ളത് അതെടുത്ത് പഠിച്ച് പോകും. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരും, എനിക്കിത് പഠിക്കാൻ പറ്റി. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ളതും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം. നിങ്ങൾ ഒരു വിഷയത്തിനോട് ഇപ്പം എന്തായാലും ബയോളജി ആണോ സയൻസ് ആണോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പാടാണെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് പഠിക്കാനും പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പറ്റില്ല. ഇൻ കേസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എല്ലാരെ കൊണ്ടും പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സിലബസ് ആണ് അവരുണ്ടാക്കുന്നത്. എല്ലാരെ കൊണ്ടും ഒരു ക്വാളിഫിക്കേഷൻ SSLC ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഡിഗ്രി ഉള്ളവരായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്തായാലും പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് PSC തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാറ്റി വെക്കരുത്, എനിക്കത് പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ മാറ്റി വെക്കുക. വൺസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചൊരു ആത്മവിശ്വാസം വരും. അപ്പൊ എനിക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസം വരും. ഓക്കെ, മാത്സ് ഒരു ടോപ്പിക്ക് പഠിക്കുക. മാത്സ് എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു 2 ടോപ്പിക്കെങ്കിലും പഠിക്കുക. കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ട്. ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്രാക്ടീസിലോട്ട് പോയാൽ മതി. ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് മാത്സ് കൃത്യമായിട്ട് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേസ് ആക്കി എടുത്തതിന് ശേഷം എന്ത് അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ച് തീർക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ള വർക്ക് ആൻഡ് ടൈം ആയാലും ഏതായാലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് വർക്ക് ആൻഡ് ടൈമിന്റെ കുറച്ചൊക്കെ പഠിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി, പാടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അത് പഠിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നതിനേക്കാളും ഒരു ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും അതെന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ ഇന്ന ദിവസം Day 1 ഞാൻ ഇത്രയും നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയാത്തതിന് കാരണം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓരോരുത്തർക്കും വീക്ക് പോയിന്റ്
വീക്കായിട്ടുള്ള സബ്ജക്ട് ഓരോന്നായിരിക്കും, എളുപ്പമുള്ളതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ എളുപ്പമുള്ള സബ്ജക്ട് തന്നെ ഡേ 1 പഠിച്ചാൽ നിങ്ങൾക്ക് അത് ബോറാവും. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് എനിക്ക് പാടുള്ളതെന്ന് നോക്കിയിട്ട് ആ സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഈ സിലബസ് ഫുൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡേ 1 ഇത്ര പഠിക്കുക എന്ന് പറയാറ്. വീണ്ടും വീണ്ടും നിങ്ങൾ എളുപ്പമുള്ളത് തന്നെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മാത്സ് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാവും. കുറച്ച് എളുപ്പമുള്ളതൊക്കെ പഠിച്ചിട്ട് പോകരുത്. ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഗ്രാമർ ഉണ്ട്. 5 വൊക്കാബുലറി പഠിക്കുക. ഇംഗ്ലീഷും മലയാളവും 5 വൊക്കാബുലറി ഒരു ദിവസം പഠിക്കുക കേട്ടോ. 5 എണ്ണം പഠിച്ചാൽ മതി. ഇപ്പൊ പദശുദ്ധിയാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള വിപരീത പദം, അതിലൊരു 5 എണ്ണം പഠിക്കുക. മലയാളം 5 എണ്ണം, ഇംഗ്ലീഷ് എണ്ണം. അപ്പൊ നിങ്ങൾ ഓഗസ്റ്റ് ഒക്കെ ടൈം ആകുമ്പോൾ ഒരുവിധം എല്ലാം കവർ ചെയ്യും. പിന്നെ ഗ്രാമർ ഉണ്ട് കേട്ടോ. അതിലിപ്പം ഒരു ദിവസം എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്, പാസീവ് വോയിസ് ആണ്, എങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോൾ പാസീവ് വോയിസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ ഒക്കെ പെട്ടെന്ന് തീരും. ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനെയൊക്കെ പഠിച്ചു പോവുക. പിന്നെ സയൻസ് 3 എണ്ണം ഉണ്ട്. ബയോളജി ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ആഴ്ചയിൽ 3 എണ്ണം ഓരോ ദിവസം വെച്ച് പഠിച്ചാലും മതി. ഒരു ദിവസം ബയോളജി ആണെങ്കിൽ അടുത്ത ദിവസം ഫിസിക്സ്, അടുത്ത ദിവസം കെമിസ്ട്രി, അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള GK ഉണ്ടല്ലോ, ഈ ചരിത്രം, ഇക്കണോമിക്സ്, ഭരണഘടന, പിന്നെ കമ്പ്യൂട്ടർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം GKയിൽ ഉൾപ്പെടുത്തി ഏത് ടോപ്പിക്കാണോ ഒരു ദിവസം എടുത്തിട്ട് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക, ഓഗസ്റ്റ് ഒക്ടോബർ സമയമാകുമ്പോൾ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കും. പിന്നെ ഈ 7ാമത്തെ ദിവസം റിവിഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ബാക്കിയുള്ള ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത് മാത്രം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വെറുതെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, മികച്ച റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. നല്ല കോമ്പറ്റീഷൻ ഉള്ളതാണ് ASM എന്ന് പറയുന്നത്. സോ നമ്മളെ എന്താണ് കോഴ്സുകളെല്ലാം ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിലേക്ക് പോകാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊരു നമ്പർ ഒഴിച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈകോ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമല്ല, എല്ലാ കോഴ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, അത് എടുത്തിട്ട് അത് പഠിച്ചു തുടങ്ങുക, വേഗം പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇതിലിപ്പോ എല്ലാം അവൈലബിൾ ആണ്. ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പിന്നെ 100 മാർക്കിന്റെ മോക്ക് എക്സാംസ് ഉണ്ട്, അത് ഉണ്ടാവും. പിന്നെ SCRT ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ സ്റ്റഡി പ്ലാൻ വെച്ച് 1 മാസം നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് NCERT ചാപ്റ്റേഴ്സിലോട്ടൊക്കെ പോവാം. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ ജസ്റ്റ് 1 മാസം ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു നോക്കുക. കറക്റ്റായിട്ട് പഠിക്കണം, ഉഴപ്പാതെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.